പോകുന്നത്. നമുക്ക് ആ കുടുംബത്തോട് തന്നെ സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പോലീസ് നിങ്ങളുടെ പരാതിയിലും പ്രതിഭാഗം നൽകിയ പരാതിയിലും കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വിശ്വാസം പോരാ, പോലീസുകാരെ വിശ്വാസമില്ല. ഇനി അവരെന്ത് കേസെടുത്താലും വിശ്വാസമില്ല. നമ്മളിപ്പോൾ ചെയ്യാത്തത് ആക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ അവർ കേസെടുക്കുന്നതാണ്. ഇത്രയും ചാനലുകാരും എല്ലാവരും ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം, MLA വരെ വന്നതുകൊണ്ട് മാത്രം അവരിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഇനി ഒരു കാരണവശാലും അവർ വിശ്വാസമില്ല. ഇപ്പം ഈ ദൃശ്യം വന്നപ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു ഭയാനകത മനസ്സിലായത്. ഇത് നിങ്ങൾ ആ സമയത്ത് പോലീസുകാരെ കാണിച്ചിരുന്നോ? ഇന്നലെ ഞങ്ങൾ സംഭവം കഴിഞ്ഞ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഏകദേശം 2 മണിയായി. ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞിട്ട് കസിൻ ചേട്ടൻ വിളിച്ച ചേട്ടൻ പറഞ്ഞു CCTV ചെക്ക് ചെയ്തിട്ട് നേരെ മീഡിയയിൽ അറിയിക്കാൻ പറഞ്ഞു. ഇത്ര ഇഷ്യൂ ആയപ്പം അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ ഈ വീട്ടിൽ ചോദിച്ചപ്പം ഈ അനിയൻ ഇങ്ങനെ ഓടണ ആ സീനില്ല, ഞാൻ കരഞ്ഞുകൊണ്ട് ഓടണ സീനുള്ളൂ എന്ന് പറഞ്ഞു. നേരെ അതിന് ശേഷം അപ്പുറത്തൊക്കെ കുറച്ച് ബിസിനസ് ചെയ്യണ ഇതൊക്കെ ഉണ്ട്, അവിടെയൊക്കെ CCTV. ഞാൻ അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത് നേരെ ഇതിൽ ചെന്നപ്പം അതൊരു അപ്പാർട്ട്മെൻറ്റ് ഡ്രീംസിൻ്റെ അവിടെ CCTV ഉണ്ട്. അപ്പോൾ ഷിജു എന്ന് പറഞ്ഞൊരു ചേട്ടൻ മമ്മിയുടെ അടുത്ത് പറയുന്നു ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അയച്ച് തന്നേക്കാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളും കിട്ടണം. ഞാനിന്ന് സ്റ്റേഷനിൽ ചെന്നപ്പം SAയോട് ഞാൻ കാണിച്ചു, സാറ് സംഭവം അറിഞ്ഞിട്ടില്ലല്ലോ, ഇതായിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കാൻ ലോക്ക് കൊടുന്നപ്പോൾ എനിക്കതൊന്നും കാണണ്ടെന്നാ പുള്ളി പറഞ്ഞു. എത്ര സമയത്താ? ഞാൻ ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ. എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഇതിനൊരു തെളിവുണ്ടാകില്ല എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് പ്രതികരിച്ചില്ലേ? അതെ. അയാളോട് സംസാരിച്ചതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് സംസാരിച്ചത്.